പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടെ ഇറാന്റെ ആകാശപരിധിയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ചില രഹസ്യ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. നാലോളം ചൈനീസ് ചരക്ക് വിമാനങ്ങൾ ഇറാനിലെ വിവിധ വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്തുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷവും അമേരിക്കയുമായുള്ള നയതന്ത്ര പോരാട്ടങ്ങളും കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കം അത്യന്തം ഗൗരവകരമായാണ് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരിക്കും. ഈ വിമാനങ്ങളുടെ യാത്രയിൽ പ്രകടമായ അസാധാരണത്വമാണ് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. വിമാനങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ട്രാൻസ്പോണ്ടറുകൾക്ക് യാത്രക്കിടയിൽ ഓഫ് ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഡാർ നിരീക്ഷണങ്ങളിൽ നിന്ന് ബോധപൂർവം മറഞ്ഞു നിൽക്കാനുള്ള ഈ ശ്രമം വിമാനങ്ങളിൽ എന്തോ രഹസ്യമായതുണ്ടായിരുന്നു എന്ന ഊഹത്തിന് ബലം നൽകുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നിലധികം വിമാനങ്ങൾ ഇത്തരത്തിൽ ഇറാനിലെത്തിയത് വെറുമൊരു ചരക്ക് നീക്കമായി കാണാൻ കഴിയില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന് ആവശ്യമായ മാരകായുധങ്ങളാണോ ഈ വിമാനങ്ങളിൽ എത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഇതുവരെ ഒരു ഔദ്യോഗിക സ്രോതസ്സും സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ചൈനയോ ഇറാനോ ഈ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല. ഇറാനുമായുള്ള നിലവിലെ പ്രതിസന്ധിയിൽ തങ്ങൾ യാതൊരുവിധ സൈനിക സഹായവും നൽകില്ലെന്ന് ചൈന ആവർത്തിച്ചു വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരം അവകാശവാദങ്ങൾ ഉയരുന്നത് എന്നത് വൈരുദ്ധ്യാത്മകമാണ്. നേരത്തെയും ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നുവെന്ന ആരോപണങ്ങൾ ചൈന തള്ളിക്കളഞ്ഞിരുന്നു. തങ്ങളുടെ വിദേശ നയം സമാധാനപരമായ സഹവർത്തിത്വത്തിൽ അധിഷ്ഠിതമാണെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുകയാണെന്നുമാണ് ബീജിംഗിന്റെ പക്ഷം. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയും അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ മേഖലയിൽ നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഈ വേളയിൽ ചൈനയുടെ ഇടപെടൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ട്രംപ് ഭരണകൂടം ഇറാനുമായി ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും ചൈനയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം ഈ നയതന്ത്ര ശ്രമങ്ങളെ തകിടം മറിച്ചേക്കാം. ചൈന നൽകുന്ന സാങ്കേതിക വിദ്യയോ ആയുധങ്ങളോ ഉപയോഗിച്ച് ഇറാൻ തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കിയാൽ അത് മേഖലയിൽ അമേരിക്കയുടെ മേധാവിത്വത്തിന് തന്നെ വെല്ലുവിളിയാകും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യം ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. യഥാർത്ഥത്തിൽ ഈ വിമാനങ്ങളിൽ എത്തിയത് എന്താണെന്നതിനെ കുറിച്ച് പലതരം ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് അത്യാധുനിക ഡ്രോണുകളാണോ അതോ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും പശ്ചിമേഷ്യയിലെ ഈ രഹസ്യ വിമാന നീക്കം വെറും ഒരു വാർത്താ പ്രചരണം മാത്രമാണോ അതോ വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ മുന്നോടിയാണോ എന്ന് കാലം തെളിയിക്കും. സ്ഥിരീകരിക്കാത്ത ഈ റിപ്പോർട്ടുകൾ പോലും ആഗോള വിപണിയെയും നയതന്ത്ര ബന്ധങ്ങളെയും സ്വാധീനിക്കാൻ ശേഷിയുള്ളവയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ മാത്രമേ ഈ വിഷയത്തിൽ വ്യക്തത കൈവരികയുള്ളൂ.